കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിരാലംബരായിട്ടുള്ള മക്കളെ ഞങ്ങൾ തിരിച്ച് ഇപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ വേദനയോടെ ഓർക്കുന്നു. സഹായിക്കാൻ ആരുമില്ലാത്തവർ, അവരുടെ വിഷയം പോലും അവർക്ക് മറ്റുള്ളവരോട് സംസാരിച്ച് ഫലിപ്പിക്കാൻ അറിയാൻ പാടാത്തവർ, ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭാഷ കൊണ്ട് പരിമിതപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈശോയെ കർത്താവെ, അവരൊക്കെ നീ ഒരു ചോദ്യം പോലും ചോദിക്കാതെ പല മനുഷ്യരെയും നീ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് സാക്ഷ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ ഏറ്റെടുത്തതെന്ന് അങ്ങയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എത്ര മനോഹരമാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവൻ, ഞങ്ങളുടെ ബലഹീനത ഏറ്റെടുക്കുന്നവൻ. പല ആൾക്കാർക്ക് ചിരിക്കാൻ പോലും പ്രയാസമാണ്. ചിലർക്ക് ഡിപ്രഷൻ ലുക്കാണ്. അവരെന്ത് പറഞ്ഞാലും അവർ ചിരിക്കത്തുമില്ല, സന്തോഷിക്കത്തുമില്ല, അവരെ മറ്റുള്ളവർക്ക് ഇഷ്ടവുമല്ല. ഇങ്ങനെ ബലഹീനമായിട്ടുള്ള വ്യക്തികളെ പോലും കർത്താവോട് ജീവിക്കുന്നതിന് മറ്റുള്ളവരെ സന്ധിപ്പിക്കുകയും അങ്ങ് അവർക്ക് പ്രത്യേകമായ കൃപയും അവരോട് മറ്റുള്ളവർക്ക് ഒരു താപവും എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങ് നിലനിർത്തുന്നുണ്ട്. കർത്താവെ, നിലനിൽപ്പിൻ്റെ വരം എല്ലാവർക്കും കൊടുക്കണം. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നാത്തിനാണ് എഴുന്നേറ്റത് എന്ന് ചിന്തിച്ചിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ, ആരും നമ്മളെ സഹായിക്കാനില്ലല്ലോ, ആര് ഞങ്ങൾക്ക് വേണ്ടി ആ തടസ്സം മാറ്റിത്തരും എന്നുള്ള വിഷയം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. ഓർത്തിരുന്നെങ്കിൽ എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നത്, പക്ഷേ ഞാൻ ഓർത്തില്ല. കഴിവില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഉടമ്പടി തന്നപ്പോൾ പറഞ്ഞത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ കഴിവിൽ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ മതി. കൃപ അവൻ സൗജന്യ ദാനമായി എല്ലാവരിലേക്കും ഒഴുകുന്ന ഈ സമയത്ത് കർത്താവെ, അങ്ങയുടെ കൃപയ്ക്ക് അവകാശം ഓഹരിയാക്കാൻ ഞാനീ പ്രാർത്ഥിക്കുന്ന മക്കളെ അങ്ങ് പ്രത്യേകമായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അതുപോലെ തന്നെ ജീവിത പ്രയാസങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, ജീവിത മാർഗമില്ലാത്ത അവസ്ഥ, വരുമാന മാർഗമില്ലാത്ത അവസ്ഥ, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ, കുടുംബം ഭാര്യാഭർത്തകമായി പിരിഞ്ഞ അവസ്ഥ, മക്കൾ അകലങ്ങളിൽ അകപ്പെട്ടു പോയ അവസ്ഥ, കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കും. കർത്താവിൻ്റെ അതിസുന്ദരമായ ദിവസം അവിടുത്തെ വിശുദ്ധ മദ്ബഹായുടെ മുമ്പിൽ സുവിശേഷം കേൾക്കാൻ എത്തിച്ചേരുന്നത് ഒരു ദൈവവിളിയാണ്. നമ്മുടെ ഉടമ്പടി ധ്യാനത്തിന് 2 ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ലക്ഷ്യം നിങ്ങൾ പറയുന്നത് പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാനുഗ്രഹം നേടുക, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ തന്നെ വചനം ശ്രവിച്ചു ഒരുക്കുക. അതിൻ്റെ ഒരു ലക്ഷ്യമാണ്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് കുറേ എൻജിനീയറിംഗ് ഉണ്ട്. അതായത് ദൈവവചനങ്ങൾ ദൈവം ഏത് കാലത്തും ഏത് സമയത്താണ് കൃപ അതിൻ്റെ 100% റിസൾട്ട് നമുക്ക് തരുന്നത്, അഥവാ കൃപ ആർജിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് നമ്മളെ ട്യൂൺ ചെയ്തെടുക്കേണ്ടത്, അതിൻ്റെ ഒരു എൻജിനീയറിംഗ് ഉണ്ട്. അത് ആ ജ്ഞാനസൂത്രങ്ങൾ ഒരു വ്യക്തിക്ക് പഠിച്ചാൽ റിലേഷൻ കുറച്ചുകൂടി ഈസിയാകും ദൈവവുമായിട്ടുള്ള. നമ്മുടെ മുമ്പിൽ എപ്പോഴും വന്നിട്ടുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും
എല്ലാം നമ്മളിലേക്ക് വരുന്നതിൻ്റെ പിന്നിലെ ഒറ്റ നോബാണ്. എന്താണ്? ദൈവത്തെ അറിയുക. അത് ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങളെടുക്കണം. ഈ നിത്യജീവൻ പോലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ അറിയുന്നതിലൂടെയാണ്. ഡോർ ഓപ്പൺ ചെയ്യുന്നത് എല്ലാ നിത്യജീവൻ്റെ പോലും ഡോർ ഓപ്പൺ ചെയ്യുന്നതും അതെല്ലാം താക്കോലെന്ന് പറയുന്നത് ദൈവത്തെ അറിയുന്നതിലൂടെയാണ്. അപ്പോൾ അനുദിന ജീവിതത്തിലും അത് തന്നെയാണ് വിഷയം. അനുദിന ജീവിതത്തിൻ്റെയും തടസ്സങ്ങളെ മാറ്റുന്നതിനും അനുഗ്രഹം പ്രാപിക്കുന്നതിനുമുള്ള താക്കോല് ദൈവത്തെ അറിയുന്നതാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കർത്താവിൻ്റെ കേൾക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് അനില എന്നും പറഞ്ഞൊരു ഫിസിയോതെറാപ്പിസ്റ്റ് അവർ ഒരു സാക്ഷ്യം പറഞ്ഞില്ല, ഇന്നലെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് കൃപാസനത്തിൽ വന്നത്. ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ല. ഞാനൊരു സാധാരണ ധ്യാനകേന്ദ്രം ആണെന്ന് കരുതിയാണ് ഇവിടെ വന്നത്. ഈ പ്രഥമ നോഷൻ, ഫസ്റ്റ് നോഷൻ പലർക്കും അനിലയുടെ ഒരു നിലവാരമായിരിക്കും. ഒരു സാധാരണ ധ്യാനകേന്ദ്രമാണ്. പിന്നീട് കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴേക്ക് മനസ്സിലായി ഇതൊരു സാധാരണ ധ്യാനകേന്ദ്രമല്ല എന്ന്. അങ്ങനെ മനസ്സിലാകാൻ കാരണം ഇവർ ഉടമ്പടി എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തില്ല. അതാണ് പ്രശ്നം. കൃപാസന ഒരു സാധാരണ ധ്യാനകേന്ദ്രം അല്ലെന്ന് അനില എങ്ങനെ മനസ്സിലായത്? ഉടമ്പടി എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തില്ല. വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് ഇതുകൊണ്ട് എൻ്റെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യാഞ്ഞത്? അപ്പോൾ നമ്മുടെ പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് ക്യാഷ് ആൻഡ് കൈൻഡ്, ജോലി, വീട്, വിവാഹം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടമ്പടിയിൽ വെക്കണമെങ്കിലും ഇത് ആദ്യത്തെ ഫേസിൽ ചിലർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ വർക്കൗട്ട് ചെയ്യാത്തത് കാരണം അവർ അത് തെറ്റായിട്ട് ഉടമ്പടി ചെയ്തത് കൊണ്ടോ ഉടമ്പടി ഉഴപ്പിയത് കൊണ്ടോ ചിലർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല. ചിലർക്ക് ഉടമ്പടി വൃത്തിയും മേനയായിട്ട് ചെയ്താലും വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അതെന്ത് പരിപാടിയാണ് അങ്ങനെ പറയണത്? വൃത്തിയും മേനയായിട്ട് ഉടമ്പടി ചെയ്താൽ വർക്കൗട്ട് ചെയ്യുക? അതെ, നിങ്ങളെ കുറച്ചുകൂടി ഗുരുതരമായ ഉടമ്പടിയുടെ ഒത്തിരി ലെസൺസ് ഉണ്ട്. ആധ്യാത്മികതയിലും അങ്ങനെയാണ്. പ്രഥമ പാഠങ്ങളുണ്ട്. അത് വിശ്വാസത്തിൻ്റെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. ഹെബ്രായർ 6:1. ഹെബ്രായർ 6-ാം അധ്യായം, ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഈ പ്രഥമ പാഠങ്ങൾ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു, അതാണ് പ്രഥമ പാഠം. കൂടുതൽ കർത്താവ് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളെ വിവേചിക്കുമ്പോൾ കൂടുതൽ പഠിക്കാൻ സാധ്യതയുള്ളവരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രഥമ പാഠം തരത്തില്ല. നീ വെയിറ്റ് ചെയ്യാൻ പറയും. അതാണ് വിഷയം. അല്ല, നിങ്ങളിപ്പോൾ ഒരു ഉടമ്പടി എടുത്ത് അത് അനുഗ്രഹം കിട്ടില്ലെങ്കിൽ 4 കാലം വീണ് ഓടുന്ന പാർട്ടിയാണെങ്കിൽ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് അവിടെ ഇടുകയേ ഉള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏതായാലും കഷ്ടപ്പെട്ട് ദൈവത്തെ അറിയാൻ വേണ്ടി ഒരു ജീവിതത്തിൻ്റെ കണ്ണീർ കാലത്ത് വന്നില്ലേ, നിനക്ക് മുമ്പോട്ട് പഠിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അത്യാവശ്യ അനുഗ്രഹങ്ങളെ കൊടുത്തിട്ട് ഇതാണ് നിൻ്റെ വഴി, ഇവിടം വരെയാണെന്ന് പറയും. പക്ഷേ നിനക്ക് പഠിക്കണമെന്ന് സാധ്യതയുള്ളത് ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ടാവും, പ്രത്യാശ ഉണ്ടാവും. വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. അപ്പം അങ്ങനെയൊക്കെ സാധ്യത ദൈവാത്മാവ് സാധ്യത പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാലത്ത് അടയാളങ്ങൾ കുറയും.
അപ്പോൾ എന്നിട്ട് ഈ അടയാളം കുറയുമ്പോൾ ഇവർക്ക് ഈ അടയാളം കുറയുന്നവർക്ക് 90% പേർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് അറിയാം ഇന്നല്ലെങ്കിൽ നാളെ സമയം ആകുമ്പോൾ ദൈവം തങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. കാര്യം ദൈവത്തിനുള്ള വിഷയം എന്ന് പറയുന്നത് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്, പക്ഷേ എല്ലാം ഈസി അല്ല. അപ്പോൾ നിങ്ങളവർക്ക് ഇത് എന്നാ പരിപാടി അച്ഛൻ ഈ പറയണമെന്ന് ചോദിക്കും. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അച്ഛനെ കേൾക്കണം. ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ എല്ലാം ലളിതമാണെന്ന് പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞ മനസ്സിലായ? അതായത് എല്ലാം സാധ്യമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. മത്തായി 19:26. മത്തായി 19:26. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പറഞ്ഞ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ ഈ ഒരു വാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയൊരു നോട്ടാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അതിവിടെ മാത്രമല്ല, ലൂക്ക 1:37 പറയുന്നുണ്ട്. അല്ലേ? ലൂക്ക 1:37 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യം അല്ല. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം എന്നോട് സൂചന തന്നത് ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പക്ഷേ സാധ്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം ലളിതമല്ല, സിമ്പിളല്ല എന്ന്. അത് ഭയങ്കര സീരിയസ് ജ്ഞാനമാണത്. അതെന്താ കാര്യം ലളിതമല്ലെന്ന് പറയാൻ, സിമ്പിളല്ലെന്ന് പറയാൻ കാരണം, സിമ്പിൾ ആയിരുന്നെങ്കിൽ, എന്തുകൊണ്ടാണ് സിമ്പിൾ അല്ലാത്തതിൻ്റെ കാരണം വെച്ചാൽ ദൈവത്തിൻ്റെ നീതിബോധമാണ്. മനസ്സിലായില്ലേ? എല്ലാം ഇപ്പം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും മറ്റവൻ്റെ കോപ്പി അടിച്ചാൽ ജയിക്കുമെന്നുണ്ടെങ്കിൽ എന്ത് സിമ്പിളാണ്. കോപ്പി അടിച്ചാലേ അടുത്ത് നിൽക്കണവൻ്റെ പരീക്ഷയിൽ നിന്ന് കോപ്പി അടിച്ചാൽ ജയിക്കുമെങ്കിൽ എന്ത് സിമ്പിളാണ്. പഠനമത്ര സിമ്പിളല്ല, പരീക്ഷ ജയിക്കണത്ര സിമ്പിളല്ല. കാര്യം എന്താണ്? പഠിച്ചിട്ട് തന്നെയാണ് ജയിക്കേണ്ടത്. അതോടെ നീതിയുണ്ട്. എൻ്റെ അടുത്ത് എല്ലാ കാര്യത്തിലും നീതിയുണ്ട്. ശരിക്കും ദൈവ പൈതലിനെ നീതി പൈതലെന്നാണ് ബൈബിൾ വിളിക്കുന്നത്. നീതി പൈതൽ. അടുത്ത സാക്ഷ്യം പറയുന്നത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്. അവളിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് അത് അവൾക്ക് കാനഡയ്ക്ക് പോകാൻ അവൾക്ക് സാധിച്ചില്ല. പക്ഷേ അതിന് ശേഷം അവളുടെ എല്ലാ കാര്യങ്ങളും, അവളുടെ എല്ലാ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. കുറച്ചുകൂടെ എന്താ പറയുക, എല്ലാവർക്കും ഒരു വിഷമം, എല്ലാവർക്കും ഒരു തലവേദന സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു. അപ്പം അതിനുശേഷം പിന്നീട് അവൾ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉടമ്പടിയിൽ നിയോഗമാക്കി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവൾ ജർമ്മൻ എക്സാം പഠിക്കാനായിട്ട് ചേർന്നു. ജർമ്മൻ എക്സാം അവൾ പഠിച്ചു. അതുപോലെ തന്നെ ഞാൻ ചെയ്തതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു. അവൾ എക്സാം സെൻറ്ററിൽ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു, പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി. അവൾ എക്സാം പാസ്സായിട്ടുണ്ട്. അപ്പം അവൾക്കും ദൈവം ഏറ്റവും വലിയ അനുഗ്രഹമാക്കി എൻ്റെ ഉടമ്പടിയിൽ വെച്ച നിയോഗം അവൾക്ക് ദൈവം നടത്തി കൊടുത്തു. അടുത്തതായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഒരു കാര്യമാണ്. അവളുടെ പ്രോസസ്സിങ്ങിനിടയിൽ വെച്ച് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ എംബസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത് എവിടെ വെച്ച് നഷ്ടപ്പെട്ട് എങ്ങനെ ഇതായി ഒരു കാര്യങ്ങളും അറിയില്ല. പക്ഷേ എന്നാലും അവൾ എന്നോട് ഒത്തിരി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു, നിനക്കത് ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവളൊരു ഹിന്ദു ആണ്. ഞാൻ അവളോട് ഒത്തിരി സാക്ഷ്യങ്ങളെ പറ്റി എല്ലാം പറഞ്ഞെങ്കിലും അവൾ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാൽ മതി, നീ പ്രാർത്ഥിച്ച് അതെനിക്ക് നടന്നാൽ ഞാനിതിൽ വിശ്വസിക്കാം എന്ന് അവൾ പറഞ്ഞു. അത് പ്രകാരം ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവളുടെ 2ാമത്തെ മാസമായപ്പോഴത്തേക്ക് അവളുടെ പാസ്പോർട്ട്
അക്കൗണ്ട് തിരിച്ചു കിട്ടുകയും അവൾ എന്നോട് സാക്ഷ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത് പ്രകാരം സാക്ഷ്യപ്പെടുത്താനും കൂടിയായിട്ടാണ് ഇന്ന് വന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഒരു അസുഖം വരുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. എനിക്ക് എപ്പോഴും ഞാൻ അസുഖം വരുമ്പോൾ ഒത്തിരി യൂട്യൂബിൽ നോക്കി, അതുപോലെ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്യും, അതിനെപ്പറ്റി ഒത്തിരി ഞാൻ നോക്കുകയും ചെയ്യും. ഒത്തിരി അറിയാവുന്നത് കൊണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഇഫക്റ്റും കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഏറെ ടെൻഷനായിരുന്നു മറ്റുള്ളവരെക്കാളും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ, അതിന് ശേഷം എനിക്ക് ഇതുപോലെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട ഒരാവശ്യവും വന്നിട്ടില്ല. അതുപോലെ എന്നെ അത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി കൃപാസനത്തിൽ നിന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നടത്തി കിട്ടിയിട്ടുണ്ട്. കൂടുതലായിട്ടും ഈശോയിനോടും മാതാവിനോടും എപ്പോഴും അവരെന്നെ നടത്തുന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യത്തിലും എനിക്കൊരു ടെൻഷനില്ല, ഒരു പേടിയില്ല, ഒന്നുമില്ല. ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഒത്തിരി പേരോട് ഓൺലൈൻ ഉടമ്പടി, ഓരോ ഉടമ്പടിയെ പറ്റി ഓരോ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും, ജീവികൾക്കാണെങ്കിലും ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാനായാലും ഒത്തിരി സാധിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും എന്നെക്കൊണ്ട് ഇപ്പം നടക്കും. പോസിറ്റീവായിട്ട് ലൈഫിൽ ചിന്തിക്കാനും മുന്നോട്ട് പോകാനും എൻ്റെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ പാസ്പോർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്കിന്ന് വിസ വന്നു. ഞാൻ അടുത്ത തിങ്കളാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇത്രയും നേടിത്തന്ന എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എനിക്കെങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്നെപ്പോലെ ഒരു സ്റ്റുഡൻറ്റിന് പക്ഷെ എൻ്റെ അമ്മ ഇടപെട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് മാറി. ഇന്ന് എൻ്റെ കൂടെ പഠിച്ച ഒത്തിരി കഴിവുള്ളവർ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു കഴിവുമില്ലാത്ത, ഞാൻ സീറോ മെറിറ്റുള്ള ഇന്ന് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. എൻ്റെ അമ്മ നേടിത്തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ ഇൻ്റർവ്യൂ നടക്കുകയുണ്ടായി. എൻ്റെ ഇൻ്റർവ്യൂവിൽ പോലും അവരെന്നോട് പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ സത്യമാണ് പറയണത്, ഒരു കാര്യം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ ഓണാക്കി വെക്കും, ഞാൻ കൃപാസനത്തിൽ ഉപ്പ് വെതറി ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ഉപ്പ് കുറച്ച് കഴിക്കും. ഞാൻ പ്രാർത്ഥിച്ചു. എന്നോട് ഇൻ്റർവ്യൂ നടത്തിയാണ് പറഞ്ഞു, ഇത്രയും നന്നായിട്ട് ജർമ്മൻ സംസാരിക്കുന്ന ഒരു ഇന്ത്യൻ കാൻഡിഡേറ്റിനെ അവർ കണ്ടിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ എനിക്ക് ദൈവം നടത്തി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്ക്, ഈശോയ്ക്ക്, മാതാവിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സാക്ഷി ഞാൻ നിർത്തുന്നു. നന്ദി. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് റോസിലി. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകനാണ്. ഞാൻ 2021 ഇവിടെ വന്നത്. മാർച്ച് 13 ഞാൻ എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്ക് തന്നെ യാത്ര ചെയ്യാനോ ഒന്നിനും പറ്റില്ല. ഇയർ ബാലൻസ് എന്ന രോഗമുള്ളത് കൊണ്ട് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് തന്നെ യാത്ര ചെയ്യരുതെന്നാണ്. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ കൂടെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് ഞാൻ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് പോയതിന് ശേഷം എനിക്ക് ഇതുവരെയായിട്ടും ഇയർ ബാലൻസ് എന്ന അസുഖം ഉണ്ടായിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിന്നെ എൻ്റെ മകന് എൻജിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. അവന് 4ാമത്തെ സെം പരീക്ഷയ്ക്ക് കൊറോണ കാലമായതുകൊണ്ട് ഓൺലൈനിലായിരുന്നു ക്ലാസ്. വീട്ടിലിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിലും അവൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ വന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും, ബ്രേക്കാണ് അമ്മേ, ബ്രേക്കാണെന്ന്. അപ്പോൾ ഞാൻ പറയും, അപ്പോൾ ഇവൻ എക്സാമിൻ്റെ സമയമായപ്പോൾ കോളേജിലേക്ക് വിളിച്ച് അറ്റൻഡൻസ് നോക്കിയപ്പോൾ ഇവന് അറ്റൻഡൻസ് കുറവായതുകൊണ്ട് എക്സാം എഴുതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ചേട്ടനാണെങ്കിൽ ഒച്ചപ്പാടും ബഹളവും തുടങ്ങി. എക്സാം എഴുതണില്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇനിയും പഠിക്കാൻ പോകണ്ടെന്നായി. അങ്ങനെ ആയപ്പോൾ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു,
ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് കൊച്ചിന് എക്സാം എഴുതാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ചെയ്യില്ല, അവൻ പഠിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ ചൊല്ലി, വിശ്വാസപ്രമാണം ചൊല്ലി, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ കൊന്ത ചൊല്ലിക്കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ചേട്ടൻ ജോലി ചെയ്യുന്ന മുതലാളിയെ വിളിച്ച്, മുതലാളിയുടെ മകൻ ഡോക്ടറായിരുന്നു, മുതലാളിനെ വിളിച്ച് ഡോക്ടറായിട്ട് സംസാരിച്ചു. അപ്പോൾ ചേട്ടനെ എന്നിട്ട് ഡോക്ടർ വിളിച്ചപ്പോൾ ചേട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ മോൻ്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. മോൻ്റെ നമ്പർ കൊടുത്തു. ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഇവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് ചേട്ടനെ ഡോക്ടർ വിളിച്ചു, നാളെ തന്നെ പോരെ, ഞാൻ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കാമെന്ന്. അങ്ങനെ സർട്ടിഫിക്കറ്റും കൊണ്ട് കോളേജിൽ ചെന്ന് അപ്പോൾ ഇവൻ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് 5000 രൂപ വേണം കേട്ടോ അമ്മയെന്ന്. പക്ഷെ ചേട്ടനോട് പറയാൻ പറ്റില്ലല്ലോ, പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അവിടെ ചെന്നപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പൈസയൊന്നും വേണ്ടി വന്നില്ല. ഇവന് എക്സാം എഴുതാനും പറ്റി. അങ്ങനെ ഇവൻ നല്ല മാർക്കോടുകൂടി എല്ലാ സെമ്മും പരീക്ഷ പാസ്സായി. ഇവന് 2023 നവംബർ മാസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി. അതിൽ ഇവൻ സെലക്ട് ആവുകയും ചെയ്തു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ രോഗികളെ കാണുകയും അവർക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുകയും ചെയ്യാറുണ്ട്.